ഓഫ്താൽമോളജിസ്റ്റ് ആൻഡ് വിട്യൂറെനൽ സർജൻ, അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, കാറുകുട്ടി. ഞാൻ ഗ്ലോക്കോമ എന്ന നേത്രരോഗത്തെ കുറിച്ചാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ കണ്ണിന് ഒരു നോർമൽ ഇൻട്രാ ഓക്കുലർ പ്രഷറുണ്ട്, സമ്മർദ്ദമുണ്ട്. അപ്പോൾ അത് ഏകദേശം 10 millimeters ഓഫ് മെർക്കുറി തൊട്ട് 20 millimeters മെർക്കുറി വരെയാണ് അതിൻ്റെ റേഞ്ച്. അപ്പോൾ ഈ പ്രഷർ അത് വർദ്ധിക്കുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ നെർവായിട്ടുള്ള ഒപ്റ്റിക് നെർവ്, തലച്ചോറുമായി ബന്ധിപ്പിക്കുന്ന ഒപ്റ്റിക് നെർവ് ക്രമേണ കേടായി വരും, ഡാമേജ് ആയിട്ട് വരും. അപ്പൊ അങ്ങനെ ക്രമേണ ഡാമേജ് ആകുമ്പോൾ രോഗി പലപ്പോഴും ഇത് അറിയുന്നില്ല. അപ്പൊ ഈ ഒരു പ്രത്യേക രോഗത്തെയാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡാമേജ് അറിയാത്തതുകൊണ്ട് ഇതിനെ സൈലന്റ് കില്ലർ ഓഫ് ദ വിഷൻ എന്നും പറയും. അപ്പൊ ഇങ്ങനെ നമ്മൾ സാധാരണ ഒരു രോഗി ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ വരുമ്പോഴാണ് കണ്ടെത്താറ്. ചില രോഗികൾക്ക് കാഴ്ചക്കുറവ്, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും കണ്ണട മാറ്റേണ്ടി വരിക, ചിലപ്പോൾ തലവേദന, കണ്ണുവേദന എല്ലാം അനുഭവപ്പെടാം. ഇവിടെ ഏറ്റവും പ്രധാനം റെഗുലർ ആയിട്ടുള്ള ഐ ചെക്കപ്പാണ്. അപ്പൊ ഇങ്ങനെ സംശയം തോന്നുന്ന രോഗികൾക്ക് ചില പരിശോധനകൾ നടത്തിയിട്ട് രോഗനിർണയം നടത്തും. അപ്പൊ അതിലൊന്ന് കണ്ണിന്റെ പ്രഷർ ചെക്ക് ചെയ്യും, ഇൻട്രാക്കുലർ പ്രഷർ. പിന്നെ കണ്ണിന്റെ ഒപ്റ്റിക് നെർവിന്റെ ഡാമേജ് എത്രയുണ്ടെന്ന് അസസ് ചെയ്യാൻ കണ്ടെത്താനായിട്ട് ഫണ്ടസ് എക്സാമിനേഷനും ഒപ്റ്റിക്കൽ കോഹിയറൻസ് ടോമോഗ്രാഫി OCT ഡിസ്ക് അത് ചെയ്യുന്നു. പിന്നെ കാഴ്ചയുടെ ഡാമേജ്, അതിന്റെ പരിമിതി, വിഷ്വൽ ഫീൽഡ്സ് എത്രത്തോളം ബാധിച്ചിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് പെരിമെട്രി എന്നുള്ള ടെസ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഇതുകൂടാതെ ഏത് തരത്തിലുള്ള ഗ്ലോക്കോമയാണ് എന്ന് തിരിച്ചറിയാനായിട്ട് ഗോണിയോസ്കോപ്പി എന്നുള്ളൊരു ടെസ്റ്റ്. ഈ ഗ്ലോക്കോമ ഉണ്ടാകാനുള്ള കാരണം കണ്ണിന്റെ ഉള്ളിലുള്ള അക്വസ് ഹ്യൂമർ എന്നുള്ള ഒരു ഫ്ലൂയിഡ് ഉണ്ട്. അതാണ് നമ്മുടെ കണ്ണിന്റെ പ്രഷറിനെ നിലനിർത്തുന്നത്. അപ്പൊ അത് ക്രമാതീതമായിട്ട് അതിന്റെ ഫ്ലോ ബ്ലോക്ക് ആവുകയാണെങ്കിൽ, കണ്ണിന്ന് പുറത്തേക്ക് പോകുന്ന അതിന്റെ ഫ്ലോ ബ്ലോക്ക് ആകുമ്പോഴാണ് ഈ ഗ്ലോക്കോമ ഉണ്ടാകുന്നത്. അപ്പോൾ ഗോണിയോസ്കോപ്പി എന്നുള്ള ടെസ്റ്റിലൂടെ ഏത് തരത്തിലുള്ള ഗ്ലോക്കോമയാണെന്ന് നമുക്ക് നിർണ്ണയിക്കാൻ സാധിക്കും. പ്രധാനമായിട്ട് 2 തരത്തിലുള്ള ഗ്ലോക്കോമയാണ് ഉള്ളത്: ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ, നാരോ ആംഗിൾ ഗ്ലോക്കോമ. സാധാരണ ഒരു 40 ഇയേഴ്സിന്റെ 40 വയസ്സിന്റെ മുകളിലുള്ളവർക്കാണ് ഈ ഗ്ലോക്കോമ കാണപ്പെടുന്നത്. കുട്ടിക്കാലത്ത് ഉണ്ടാകുന്ന ഡെവലപ്മെന്റൽ ഗ്ലോക്കോമയുണ്ട്. നമ്മൾ കൂടുതൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ പ്രായം ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഈ ഗ്ലോക്കോമയെ കുറിച്ചാണ്. അപ്പൊ ഈ ഗ്ലോക്കോമ നമ്മൾ നിർണയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രധാനപ്പെട്ട തുടക്കത്തിലുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഐ ഡ്രോപ്സ് ആണ്. പലതരത്തിലുള്ള ഐ ഡ്രോപ്സ് അവൈലബിൾ ആണ്. അത് ചിലപ്പോൾ ഒരു മരുന്നോ അല്ലെങ്കിൽ 2 മരുന്നോ 3 മരുന്നോ അല്ലെങ്കിൽ കോമ്പിനേഷൻ ആയിട്ട് ഡ്രോപ്സോ നൽകുന്നതാണ്. അപ്പൊ ഈ മെഡിസിൻസിന്റെ ഉദ്ദേശം എന്താണ് എന്ന് പറഞ്ഞാൽ ഇനി ഫർദർ കൂടുതൽ ഡാമേജ് വരാതെ തടുക്കുക എന്നുള്ളതാണ്. പോയ കാഴ്ച തിരിച്ചു കിട്ടാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അപ്പോൾ ഒരു പ്രാവശ്യം രോഗം നിർണയം നടത്തി കഴിഞ്ഞാൽ, മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ, രോഗി ഈ മെഡിസിൻസ് ഡോക്ടർ നിർദ്ദേശിക്കുന്ന പ്രകാരം റെഗുലർ ആയിട്ട് ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ കാഴ്ചയിൽ വ്യത്യാസം വന്നില്ല, ഇംപ്രൂവ്മെന്റ് വന്നില്ല എന്ന് പറഞ്ഞ് മരുന്ന് നിർത്തിക്കളയാനുള്ള ഒരു സാധ്യത ഉള്ളതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഒരിക്കലും അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. മരുന്ന് ഡോക്ടർ നിർദ്ദേശിക്കുന്ന പ്രകാരം കണ്ടിന്യൂ ചെയ്യണം. അതോടൊപ്പം തന്നെ റെഗുലർ ആയിട്ട് വന്ന് കണ്ണിന്റെ പ്രഷർ ചെക്ക് ചെയ്യുക. പിന്നെ നേരത്തെ പറഞ്ഞ ടെസ്റ്റ് ആയിട്ടുള്ള പെരിമെട്രി, പിന്നെ ഒപ്റ്റിക്കൽ കോഹിയറൻസ് ടോമോഗ്രാഫി, ഇതെല്ലാം ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ റെഗുലർ ആയിട്ട് ഇങ്ങനെ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാഴ്ചയിൽ പിന്നെ ഉണ്ടാകുന്ന ഡാമേജ് നമുക്ക് തടുക്കാൻ സാധിക്കും. ഇനി അഥവാ മെഡിസിൻസിൽ കുറഞ്ഞില്ലെങ്കിൽ അതിന് ലേസർ ട്രീറ്റ്മെന്റ് ഉണ്ട്, പിന്നെ ഗ്ലോക്കോമ ഓപ്പറേഷൻസ് ഉണ്ട്. ഈ ട്രീറ്റ്മെന്റ് എല്ലാം ഉദ്ദേശം കാഴ്ച കൂടുതൽ നഷ്ടപ്പെടാതിരിക്കുക എന്നതാണ്. ഇതോടൊപ്പം തന്നെ ചിലപ്പോൾ തിമിരം ഉണ്ടാവും. കാരണം പ്രായം ചെല്ലുമ്പോൾ ഉണ്ടാവുന്ന വേറൊരു അസുഖമാണ് തിമിരം. തിമിരത്തിന്റെ പ്രോഗ്രഷൻ അതും ചിലപ്പോൾ ഗ്ലോക്കോമയെ ബാധിക്കുന്നത് കൊണ്ട് തിമിരത്തിന്റെ ഓപ്പറേഷനും ചിലപ്പോൾ നിർദ്ദേശിക്കപ്പെട്ടു എന്ന് വരാം. അപ്പൊ ഇങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഗ്ലോക്കോമ എന്നുള്ള അസുഖം തിമിരത്തോടൊപ്പം തന്നെ, സാധാരണ നമ്മൾ തിമിരത്തെ പറ്റിയിട്ടാണ് കൂടുതൽ കേൾക്കുന്നത്, പക്ഷെ ഗ്ലോക്കോമയെ പറ്റി നമ്മൾ കൂടുതൽ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ അസുഖം പേഷ്യന്റ് സ്വയം മനസ്സിലാക്കാൻ സാധിക്കില്ല. റെഗുലർ ആയിട്ടുള്ള പരിശോധനയും ഡോക്ടർ പറയുന്ന പ്രകാരം മെഡിക്കേഷൻ എടുക്കുകയും ആവശ്യം വരുമ്പോൾ സർജറി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും
അന്ധത നമുക്ക് തടുക്കാൻ സാധിക്കും.